ബലാത്സംഗ കേസിൽ മുൻ MLA എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തൻ. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് നടപടി. ദൈവത്തോട് നന്ദി പറയുന്നു. മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. സത്യം ഒരിക്കൽ ജയിക്കുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. കോടതിയിൽ നിന്ന് നീതി കിട്ടി. കോൺഗ്രസ് അനീതി കാണിച്ചിട്ടില്ല. പാർട്ടിക്ക് മാറി നിൽക്കാൻ പറയാൻ അവകാശമുണ്ട്. സീറ്റ് നിഷേധിച്ചാലും പാർട്ടി കൂറുപോകില്ല. പുനഃസംഘടനയിൽ പരിഗണിക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസിനെ വെല്ലുവിളിച്ച് PM ആർഷോ. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തലസ്ഥാന നഗരിയെ പിടിച്ചുകുലുക്കിയ SFI KSU തെരുവ് യുദ്ധത്തിൽ പ്രതികരണങ്ങളുമായി ഇടതു നേതാക്കൾ രംഗത്ത്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തെ രൂക്ഷമായ ഭാഷയിലാണ് മുൻ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചത്. ജലം ചീറ്റുന്ന പീരങ്കിയല്ല, തീ തുപ്പുന്ന പീരങ്കിയുണ്ടേൽ കൊണ്ടുവാ, ഞങ്ങൾ തെരുവിലുണ്ടാകും, നമുക്ക് കാണാം എന്ന് ആർഷോ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തിൽ AA റഹീം MPയും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. വടശ്ശേരിയിൽ സതീശൻ സാറെ കുട്ടികൾ പേടിച്ചുപോയെന്ന് പറയാൻ പറഞ്ഞു എന്നായിരുന്നു റഹീമിന്റെ കുറിപ്പ്. ആലപ്പുഴയിലെ SFI മാർച്ച് 13 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 13 പേർക്കെതിരെയാണ് കേസെടുത്തത്. ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിൽ ന്യായവിരുദ്ധമായി സംഘം ചേർന്നെന്ന FIR, ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും കേസ്. SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരും പ്രതികൾ. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ KSU നടത്തിയ ആക്രമണത്തിലും പോലീസിന്റെ ഏകപക്ഷീയ നടപടിയിലും പ്രതിഷേധിച്ചാണ് SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തിയത്. കേഡറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഫെബ്രുവരിയിൽ നടന്ന സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ കേഡറ്റ് ഡിസംബർ 2025 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷകളുടെ ഫലം വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചു. സർക്കാർ സ്കൂളുകളിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനും കേഡറ്റ് കർശനമാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റോബോട്ടിക് സർജറിയിലൂടെ 10 പേർക്ക് ഇടുപ്പ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സർജറി ഉപകരണങ്ങളുടെ അഭാവവും സർക്കാർ ആശുപത്രികളിലെ പരിമിതികളും മറികടന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വീണ്ടും മെഡിക്കൽ രംഗത്ത് ശ്രദ്ധേയ നേട്ടം. അസ്ഥിരോഗ വിഭാഗത്തിൽ റോബോട്ടിക് സർജറി വഴി 10 പേർക്ക് വിജയകരമായ ശസ്ത്രക്രിയ നടത്തി ഡോക്ടർമാർ പുതിയ ചരിത്രം കുറിച്ചു. വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിനായി ആശുപത്രിയിൽ എത്തിച്ച റോബോട്ടിക് ഉപകരണം ഉപയോഗിച്ചാണ് മുട്ടുമാറ്റിവെക്കൽ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ആരോഗ്യ മേഖലയിൽ ആദ്യമായാണ് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചികിത്സ വിജയകരമായി പൂർത്തിയാകുന്നതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി.